ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി ബെഗ് ചെയ്യുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അവരോട് ബെഗ് ചെയ്തു, യാചിച്ചു, ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ ഇപ്പോഴും അവർ ഒരു ഹോപ്പ് നൽകുന്നില്ല, അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് പറയാറുണ്ട് എന്ന് ഒരു കംപ്ലൈന്റ്, അല്ലെങ്കിൽ പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബെഗ് ചെയ്തത് കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ നിലനിർത്താൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ബെഗ് ചെയ്യുന്നതിന് പകരം എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട്. നോക്കാം. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിലനിർത്തുന്നതിന് വേണ്ടി ബെഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് വിട്ടേക്കുക. കാരണം അത് ഓൾറെഡി നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവരോട് ഒരുപാട് യാചിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ബെഗ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുൻപായി ഇങ്ങനെ ബെഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഓവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ ആക്ച്വൽ ആൻസർ നോ എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് തവണ അവരെടുത്ത് യാചിക്കുന്ന സമയത്ത് നിങ്ങളോട് അതുവരെ ഉണ്ടായിരുന്ന അട്രാക്ഷൻ, ആ ഒരു ആകർഷണം കംപ്ലീറ്റ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന്റെ ഒരു റീസൺ, ഒരു കാരണം അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചേഞ്ച് അവരിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ അവരോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. സോ അതവിടെ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര ബെഗ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എത്ര യാചിച്ചു കഴിഞ്ഞാലും അവരുടെ മൈൻഡ് സെറ്റ് അവിടെ ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഒരുപാട് സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്രയും വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ആക്ഷൻ അവിടെ എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബിക്കോസ് നിങ്ങളോടുള്ള ഒരു ആകർഷണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവിടെ ഒരുപാട് കുറയും. കാരണം നിങ്ങൾ അവരോട് ഒരുപാട് യാചിക്കുന്നു, അവർ നിരന്തരം നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു. അവിടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലാണ്, എത്ര തവണയായി ഞാൻ നോ പറയുന്നു, അല്ലെങ്കിൽ ഇത്രയും തവണ റിജക്റ്റ് ചെയ്തിട്ടും, അല്ലെങ്കിൽ നോ എന്നുള്ളത് അത്രയും തറപ്പിച്ച് കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും പുറകെ വരുന്നു. ഇവർക്ക് എന്താ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ എന്നുള്ളത് അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. സോ അങ്ങനെയുള്ള തോന്നലുകളൊക്കെ അവരിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ നിങ്ങളോടുള്ള ആ ഒരു വാല്യൂ, നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആകർഷണമൊക്കെ കുറയാൻ ഇത് കാരണമാകും. അപ്പൊ ഏറ്റവും ബെറ്ററായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഓവറായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമതായി, ഇങ്ങനെ ഓവർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, നിങ്ങൾ അവർക്കൊരു ഹെഡേക്കായി മാറുമോ, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി മാറുമോ, ഒരു തലവേദനയായി മാറുമോ എന്ന രീതിയിലാണ് അവർ തിങ്ക് ചെയ്യുക. കാരണം നിങ്ങൾ പുറകെ നടന്ന് അവരെ നിരന്തരം പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം ഓക്കെയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നിലനിർത്തിയാൽ മതി എന്ന രീതിയിലൊക്കെ ആയിരിക്കാം റിക്വസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒഴിഞ്ഞു പോവാത്ത ഒരാളാണ്, അല്ലെങ്കിൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവാത്ത ഒരാളാണ്, തലവേദനയാവുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ കരുതാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ വരാനുള്ള ഒരു സാധ്യത അവിടെ കുറയാൻ തുടങ്ങും. സോ ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഓവറായി ബെഗ് ചെയ്യുമ്പോൾ. സോ ബെറ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ബെഗ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് പകരം എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ഒരു വീഴ്ച സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, സോറി പറയുക എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും വീണ്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ളത് നിരന്തരം നിങ്ങളെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. വളരെ ജെന്യൂനായി നിങ്ങളുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആ ഒരു വീഴ്ചയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിന് സോറി പറയുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ ചെയ്തത് അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് അറിയിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും പറയാതെ ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നതും ആവാം.
അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു, സോറി പറഞ്ഞു. ഇനി അവർക്ക് ചിന്തിക്കാനും അവർക്കൊരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു ടൈം നിങ്ങൾ അലോ ചെയ്യുക എന്നുള്ളതാണ്. പകരം ഇവിടെയാണ് പല ആളുകളും അവരെ നിരന്തരം കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് അവരെ ചേസ് ചെയ്തുകൊണ്ട് ഒരു പ്രഷർ നൽകുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാതിരിക്കുക, നിങ്ങളും നോ കോണ്ടാക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക. നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യമായ പീരിയഡ് നിശ്ചയിക്കുക. ഈ സമയത്ത് പിന്നീട് അവരെ അപ്ഡേഷൻ നോക്കാനും അവരെ കുറിച്ച് അന്വേഷിക്കാനും അവർക്ക് നിരന്തരം മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒന്നും നിൽക്കരുത്. അത് നോ കോണ്ടാക്ട് അല്ല. പകരം ഈ നോ കോണ്ടാക്ട് പീരിയഡിൽ നിങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒരു പക്ഷേ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ പല ഇമോഷനാണ് ഓരോ ആളുകളും ആ ഒരു സമയത്ത് ഉണ്ടാവുക. സോ അത്തരത്തിലുള്ള ഇമോഷൻസിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആവുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക, ബിസി ആക്കുക ലൈഫ്. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഇരുന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ള ഒരു സാധ്യത വളരെയധികം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ കുറെ കൂടി ഇംപ്രൂവ് ആവുക, അതെല്ലാ മേഖലയും, ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ഓർ മെന്റലി എല്ലാ രീതിയിലുമുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. മൂന്നാമത്തെ കാര്യം വളരെ പ്രാക്ടിക്കലായി ചെയ്തു കഴിഞ്ഞാൽ മാത്രം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അതായത് നമ്മുടെ പ്രസന്റ് ലൈഫിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, കുറെ കൂടി മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ആ ബ്രേക്കപ്പിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇനി അവർ വരുമോ, അല്ലെങ്കിൽ തിരിച്ച് ഇനി ആ വ്യക്തിയെ ലൈഫിലേക്ക് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഈ രണ്ട് രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രസന്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ ആ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇവിടെ പോസിബിളും ആയിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ പ്രസന്റ് ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ നിലവിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കംപ്ലീറ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക, അതിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക. പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്ത് ഒരുപാട് വിഷമിച്ചിട്ടും കാര്യമില്ല, വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആവലാതിപ്പെട്ടിട്ടും കാര്യമില്ല. മറിച്ച് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഏറെക്കുറെ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു കാര്യം. ആൻഡ് ഫൈനലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പുറമേക്ക് വിസിബിളായി പ്രകടമാകുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ആകർഷണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനോട് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. നേരെ മറിച്ച് ഒട്ടും ഒരു ഗ്രോത്ത് ഇല്ലാത്ത, എപ്പോഴും ഗ്ലൂമിയായി അല്ലെങ്കിൽ ഇപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് അത്ര അധികം ആർക്കും ഒരു അട്രാക്ഷൻ തോന്നില്ല, അല്ലെങ്കിൽ ഓക്കെ അവരുടെ ലൈഫിലേക്ക് ഇൻവോൾവ്ഡ് ആകാം എന്നുള്ളൊരു തോട്ട് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ചെറിയതാണെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യുക. ഈ നോ കോണ്ടാക്ട് പീരീഡ് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പതിയെ തിരികെ വരും എന്നുള്ളതാണ്. എന്നാൽ അപ്പോഴും നിങ്ങൾ വളരെയധികം ഗ്ലൂമിയായി ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ ഒരു കാര്യവും ലൈഫിൽ ഒന്നും ഫോക്കസ്ഡ് ആവാതെ നടക്കുന്ന ഒരു വ്യക്തിയായി കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും. നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ വരണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ മൈൻഡിൽ വരും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, എല്ലാ രീതിയിലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ തിരികെ വരാനുള്ള താല്പര്യവും വർദ്ധിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ബെഗ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടമാവുമോ എന്നുള്ള ഒരു ഫിയർ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിൽ യാചന നടത്തുന്നത് അല്ലെങ്കിൽ ഓവർ റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ. പക്ഷേ
പലപ്പോഴും അത് ഒരു വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം തന്നെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.